വകുപ്പ് ചുമതല ഏറ്റെടുത്ത സുരേഷ് ഗോപി ഇപ്പോൾ തന്റെ ജോലികൾ തുടങ്ങിയിരിക്കുകയാണ്. ഓടി നടന്ന് തന്റെ പ്രവർത്തികൾ ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ പല സുപ്രധാന വിഷയങ്ങളിലും അദ്ദേഹം പല ആളുകളുമായി മീറ്റിംഗുകളിലും അതുപോലെ തന്നെ ചർച്ചകളിലും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ISRO ചെയർമാൻ S സോമനാഥുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മുല്ലപ്പെരിയാർ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ബംഗളൂരിലെ ISRO ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. ISROയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായി അദ്ദേഹം ചർച്ച നടത്തി. ISRO ചെയർമാനും മറ്റ് ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപി തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ചർച്ചകൾ ഉൾപ്പെടെ നടന്നതായി സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ISRO ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിക്ക് ചന്ദ്രന്റെ രൂപത്തിലുള്ള ഉപഹാരവും സോമനാഥ് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു. പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ജനങ്ങളിൽ നിന്നും പലതും ഒളിക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാനുള്ള നടപടികളാണ് നടന്നുവരുന്നത്. 2011 സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. 2018 വീണ്ടും പരിശോധന നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടെങ്കിലും തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം അതിന് കഴിഞ്ഞിരുന്നില്ല. നിലവിൽ ഡാം സുരക്ഷിതമാണെന്ന് ഒട്ടേറെ വിദഗ്ധ സമിതികൾ വിലയിരുത്തിയിട്ടുണ്ട്. 2006 ഫെബ്രുവരി 27-നും 2014 മെയ് 7-നും സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ട്. പുതിയ ഡാമിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിലുള്ള ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ച് കിട്ടാനായി 2018 കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത്തരത്തിലുള്ള ഏത് നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ എന്ന് സുപ്രീം കോടതി അപ്പോൾ വ്യക്തമാക്കി. അതുകൊണ്ട് കേരള IDRBയുടെ ഇപ്പോഴത്തെ നീക്കവും അത് പരിഗണിക്കാനുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ നീക്കവും കോടതിയെ ലക്ഷ്യമാകും. ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയെയും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അംഗങ്ങളെയും തമിഴ്നാട് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര സഹമന്ത്രി കൂടി നേരിട്ട് വിഷയത്തിൽ ചർച്ച നടത്തിയിരിക്കുകയാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം രമ്യത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. അതേസമയം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം കണ്ണൂരിലും സുരേഷ് ഗോപി തരംഗമാവുകയാണ്. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരുന്നത്. ഇതിനു പുറമെ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കുകയുണ്ടായി. മാത്രമല്ല അനുഗ്രഹം വാങ്ങിയതും CPM പ്രവർത്തകരിൽ പോലും ചലനങ്ങൾ ഉണ്ടാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും BJPയിലേക്ക് വോട്ടുകൾ ചോർന്നതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ സന്ദർശനം. കണ്ണൂരിനോട് തനിക്ക് താല്പര്യമുണ്ടെന്നും കണ്ണൂർ തനിക്ക് തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നൂറുകണക്കിന് ഫ്ലെക്സ് ബാനറുകളാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ വരവേറ്റുയർന്നത്. ഇപ്പോഴിതാ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സുരേഷ് ഗോപിക്കായി മുത്തപ്പൻ വെള്ളാട്ടം കഴിച്ചു സായുജ്യമടഞ്ഞിരിക്കുകയാണ് ഒരു ആരാധകൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയാണ് കണ്ണൂർ സ്വദേശി ഒരു നേർച്ച നേർന്നത്. സുരേഷ് ഗോപി ജയിച്ചാൽ തന്റെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്നായിരുന്നു നേർച്ച. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് പാച്ചേനി സ്വദേശി പ്രിയേഷ് നേർച്ചയും നടത്തി. സുരേഷ് ഗോപി പകർന്നാടിയ കഥാപാത്രങ്ങളോടും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുമാണ് പ്രിയേഷിന് ആദ്യം ആരാധന തോന്നിയത്. സുരേഷ് ഗോപി BJPയിലെത്തിയതോടെ ആരാധനയേറി. 2 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദന തോന്നിയെന്നും ഇയാൾ പറഞ്ഞു. എങ്ങനെയാണ് ഇത്തവണ വിജയിച്ചാൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്ന നേർച്ച നേർന്നത്? നേർച്ച നടത്തുന്ന വിവരം പ്രിയേഷ് ഫ്ലെക്സ് ആക്കി വീടിന് സമീപത്ത് വെച്ചിരുന്നു. നന്മയുടെ വിജയം യാഥാർത്ഥ്യമായതിന് ശ്രീ മുത്തപ്പൻ നേർച്ച വെള്ളാട്ടം എന്ന് എഴുതിയ ഫ്ലെക്സിൽ എല്ലാവരെയും പ്രിയേഷ് സ്വാഗതം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലും സുരേഷ് ഗോപിക്ക് ഏറെ ആരാധകരുണ്ട്. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ സുരേഷ് ഗോപിക്ക് ആരാധകർ കൂടുതൽ CPM നേതൃത്വത്തെയും സത്യത്തിൽ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെ നായനാരുടെ വസതിയായ ശാരദാസിലെത്തിയതും രാഷ്ട്രീയം കളിക്കാനാണെന്ന ആരോപണമാണ് CPM പക്ഷേ മറു സൈഡിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.